കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ എന്നെ ജോയിൻ ചെയ്യുന്ന ഈ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യഹോവ സാക്ഷികൾ എന്നുള്ള ഗ്രൂപ്പിന്റെ അവരുടെ വചനം അവരെങ്ങനെയാണ് വെളിപ്പെടുത്തിയതെന്നും ദൈവത്തിന്റെ വചനം ഈ ലോകത്തിലെ ചില ബൈബിൾ റൈറ്റേഴ്സ് അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ലോകത്തിന് നൽകിയപ്പോൾ എങ്ങനെ ഈ ഗ്രൂപ്പ് ആ വചനങ്ങളെ എല്ലാം എടുത്ത് വേറെ ഒരു രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ വ്യത്യസ്തപ്പെടുത്തി എന്നുള്ള പഠനമാണ് നമ്മൾ ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം, അപ്പോസ്തോലന്മാരിൽ കൂടെയും അതിനു മുൻപ് പ്രവാചകന്മാരിൽ കൂടെയും ദൈവം അടിസ്ഥാനമിട്ട സുവിശേഷം അതിനെ ഏതെങ്കിലും രീതിയിൽ വ്യത്യാസപ്പെടുത്തുവാൻ നോക്കുന്നവർ അവരുടെ സ്ഥാനം ദൈവത്തിന്റെ ജീവപുസ്തകത്തിൽ കാണത്തില്ല എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയും. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഇന്ന് ഇതാകുന്നു. പലരും പൗലോസ് എന്ന ഒരു വ്യക്തിയുടെ വചനങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനെപ്പറ്റി പത്രോസ് പറയുന്നു. പത്രോസും പൗലോസും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും രണ്ടാമത്തെ പത്രോസ് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലത് ഉണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരമായ ഉള്ളവരും ശേഷം തിരുവെഴുത്തുകളെ കോട്ടിക്കളപ്പാൻ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ ഇവർ വചനത്തിൽ നിന്നും പൗലോസ് അവർക്ക് എഴുതി അറിയിപ്പിച്ചത് കോട്ടിക്കളയുന്നവർ അന്ന് തന്നെ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, പൗലോസ് വെളിപ്പെടുത്തുന്നത് ആത്മാവിൽ തന്നെയാണ്. ആ ആത്മാവിൽ പൗലോസ് വെളിപ്പെടുത്തുന്നതെല്ലാം കോട്ടിക്കളയുന്ന ഈ വിദ്വാൻമാർ അവർ അന്നേ ഉണ്ട്. ഏകദേശം 300 AD ഇവർ കുറച്ച് ശക്തി പ്രാപിച്ച് മേളി വരുന്നതും അപ്പോസ്തോലന്മാരുടെ കൂടെ വന്ന അവരിൽ കൂടെ ശിഷ്യത്വം ഗ്രഹിച്ച ആൾക്കാരുടെയും സമയം കഴിഞ്ഞ് ജാതികളിൽ കൂടുതൽ നേതാക്കന്മാർ മുമ്പിൽ വന്നപ്പോൾ ഇങ്ങനത്തെ എല്ലാവിധമായ ദുരുപദേശങ്ങളും അവർ കൊണ്ടുവന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ പഠനം തുടരുകയാണ്. ഇന്ന് വളരെ കാതലായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് വളരെ കാതലായിട്ടുള്ള ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളെ അവർ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കാണിക്കുന്നത് BSI മലയാളം ബൈബിളിൽ എഴുതിയേക്കുന്നത് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവനാണെന്ന് പറയുന്നു, സകലത്തിനും ആധാരമായിരിക്കുന്നവനാണ്. അപ്പം സകലം സർവം ഇതെല്ലാം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ തന്നെ ആരംഭം എന്നുള്ള വാക്യം കൂടെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അവൻ ആരംഭമാണ്, അവൻ ബിഗിനിങ് ആണ്, അവൻ സർവത്തിനും അപ്പോൾ സൃഷ്ടിയിലുള്ള സർവത്തിനും മുൻപുള്ളവനാണ് ഈ ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവായവൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യജാതൻ എന്നുള്ള ഒരു വാക്കുകൂടെ അവിടെ ഉണ്ട്. എന്തുകൊണ്ട് യേശു ആദ്യജാതനാകുന്നു എന്നുള്ള അവിടെ ഒരു വാക്യം കൂടെ അവിടെ ഉണ്ട്. അവരെങ്ങനെയാണ് അതിനെ വ്യത്യാസപ്പെടുത്തിയത് എന്ന് നമുക്കിവിടെ കാണാം.
അപ്പൊ ഇവിടെ അവർ അതിനെ ആദ്യം ജനിച്ചവൻ എന്നാക്കി തീർത്തു. ആദ്യജാതൻ എന്നുള്ളത് ആദ്യം ജനിച്ചവൻ. നമുക്കറിയാം യേശു ക്രിസ്തു ആദം ഈ ലോകത്തിൽ വന്നതിന് ശേഷം ഒരു ഏകദേശം 4000 വർഷം ശേഷമാണ് ഈ ലോകത്തിൽ ജനിച്ചതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവൻ എന്നാണ് പറയാൻ, ജനിക്കുന്നവൻ അല്ലെങ്കിൽ ജനിച്ചവൻ എന്ന് പറയുക. പക്ഷെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആ മീനിങ് തന്നെയാണോ വരുന്നത്? പ്രത്യേകിച്ച് പിന്നെ മാറ്റം വരുത്തിയിട്ടുള്ളത് അവനെ ഒഴിച്ചു മറ്റെല്ലാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പാസ്റ്റർ അബ്രഹാം കുട്ടിയെ ക്ഷണിക്കുകയാണ് ഈ വചനങ്ങളെയൊക്കെ നോക്കിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വചനമനുസരിച്ച് വ്യത്യാസങ്ങൾ കാണുന്നതെന്നും എങ്ങനെയാണ് ഇത് വെച്ച് സത്യം മറയുന്നത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ സൗരസന്മാർക്കും പാനലായിരിക്കുന്നവർക്കും ഈ ലൈവ് ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊലോഷ്യൻ ചാപ്റ്റർ JW എനിക്ക് വേണ്ട ബിൽസൺ ബ്രദറെ, എനിക്ക് നമ്മുടെ KJV അതാ. അപ്പം നമ്മൾ ട്രൂത്ത് പറയണമല്ലോ. ഇവിടെ അവര് തിരുത്തിയിരിക്കുന്ന കാര്യമല്ല. റൈറ്റ്, ഇത് തന്നെ. പ്രൈസ് ലോർഡ്. അപ്പൊ ഇവിടെയാണ് വർഷങ്ങളോളം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മറ്റേ JW എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഉപദേശത്തിന് വേണ്ടിയും അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തിരുത്തി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ JW. പക്ഷെ ഇവിടെ എന്തു പറയുന്നു? Who is the image of the invisible God, the firstborn of every creature, for all things created that are in heaven and that are in earth, visible, invisible, everything. അതെല്ലാം he is before all things and by him all consist. അതായത് ദൈവം എന്ന് പറയുന്നത് ലോകത്തിൽ ഒരിക്കലും ആർക്കും കാണാൻ കഴിയാത്തതാണ് ദൈവം. ബിക്കോസ് ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ആ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ഭൂമിയിൽ കാണുന്നതും ഈ സ്റ്റാർസ് ബോൺ, ഗാലക്സീസ്, യൂണിവേഴ്സും മുഴുവൻ. ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ ആദമിനെ സൃഷ്ടിക്കണം, മനുഷ്യനെ സൃഷ്ടിക്കണം, ആ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ലോകത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത ഉൽപ്പത്തിന്റെ 1 മുതൽ എറ്റേണിറ്റിയിൽ ദൈവത്തിന്റെ ഉള്ളിലായിരിക്കുന്ന അതിൽ ആണ് ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അവൻ വരുവാനുള്ള ആദമിന്റെ രൂപത്തിൽ തന്നെ സൃഷ്ടി ദൈവം യേശു ക്രിസ്തുവായിട്ട് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോഴും ദൈവം എന്ന് പറയുന്ന ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ആ ദൈവത്തെ ആരും കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇത് സൃഷ്ടി മുഴുവൻ നടത്തിയത് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബൈ ഹിം. അപ്പൊ അവിടെ ഹിം എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ, ഒരു പുരുഷന്റെ സർനെയിമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് യേശു ക്രിസ്തു ആകുന്നു എന്ന് മനസ്സിലാക്കണം. ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ്. അതായത് ഈ ഉൽപ്പത്തി 1 മുതൽ തന്നെ ദൈവം സൃഷ്ടിക്കുവാൻ സ്പോക്കൺ വേർഡായിട്ട് ഉപയോഗിച്ചത് യേശു ക്രിസ്തു ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആൻഡ് ബൈ ഹിം ഓൾ തിങ്സ് കൺസിസ്റ്റ്. അവനിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഹൂ ഇസ് ദ ബിഗിനിങ്. അപ്പോൾ ഒരു ബിഗിനിങ് ഉണ്ടാകണം എന്ന് ദൈവം തീരുമാനിച്ച ബിഗിനിങ് തുടങ്ങിയത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്, ബൈ സ്പോക്കൺ വേർഡ്. അതാണ് പിന്നെ പറയുന്നത് വേർഡ് വാസ് മാനിഫെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്പോക്കൺ വേർഡാണ് യേശു ക്രിസ്തു എന്ന ആ ദൈവത്തെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ആൻഡ് ഫോർ ഇറ്റ് പ്ലീസ് ഫാദർ ദാറ്റ് ഇൻ ഹിം ഷുഡ് ഓൾ ഫുൾനെസ് ഓഫ് ഡെൽ, ഓൾ ഫുൾനെസ്. അതായത് യേശു ക്രിസ്തുവിൽ ദൈവം എന്തൊക്കെയാണോ, ദൈവം ഏത് വിധത്തിൽ പ്രവർത്തിച്ചു, അവന്റെ സർവനാമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒരു ഫുൾനെസ് ആയിട്ട് വെളിപ്പെടുന്ന ഒരു ശരീരമാണ് യേശു ക്രിസ്തു എന്ന ശരീരം. ഹി ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യ ദൈവത്തിന്റെ വിസിബിൾ ഫോം ആണ് ജീസസ് ക്രൈസ്റ്റ്, ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. എന്തുകൊണ്ടെന്നാൽ ഇവനിൽ കൂടെയാണ്, ഈ ദൈവത്തിൽ കൂടെയാണ്, യേശു ക്രിസ്തുവിൽ കൂടെയാണ് ക്രിയേഷൻ തുടങ്ങിയത്. ബിക്കോസ് ബൈ മീൻസ് ഓഫ് ഹിം ഓൾ അതർ തിങ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിസിബിൾ ആയിട്ടതും ഇൻവിസിബിൾ ആയിട്ടുള്ളതും ഏതൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അവനെ കുറിച്ച് ആദിജാതൻ എന്ന് പറയുന്നത്.
ആദിജാതൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ മലയാളത്തിലെ പോലെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാകുന്ന ആദിജാതൻ അല്ല. ബിബ്ലിക്കൽ ടൈംസ് യേശു ക്രിസ്തുവായിട്ട്, because of the word, through that word everything has created. That's why he is the firstborn. Praise the Lord. And because means of him all other things, all other things have been created through him and for him. ഇതെല്ലാം യേശുവിൽ കൂടെയാണ് സൃഷ്ടിച്ചത്, അവന് വേണ്ടിയുമാണ് സൃഷ്ടിച്ചത്. He is the beginning, the firstborn from the dead, so that, അതായത് firstborn from the dead എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മാത്രമാണ് തന്നെത്താൻ ജീവൻ വെക്കുകയും തന്നെത്താൻ ജീവൻ പ്രാപിക്കുകയും ചെയ്ത് എന്ന് വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നു. ഐ കിൽ, ഐ റീജനറേറ്റ്, ഐ ഗിവ് യു ലൈഫ്. അപ്പൊ കൊല്ലുന്നവനാണ്, സ്വന്തം ജീവിക്കുന്നവനുമാണ്. യേശു ക്രിസ്തു ലോകത്ത് ഇവിടെ ആയിരുന്നപ്പോൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനെ വെച്ചു കൊടുക്കുന്നു, ആ ജീവനെ എടുക്കാനും എനിക്ക് റൈറ്റ് ഉണ്ട്. സോ ഹീസ് ദ ഗോഡ്. ജീവൻ കൊടുക്കുന്ന ആരാണ്? പഴയ നിയമത്തിലെ യഹോവ. ദൈവം ജീവൻ തന്നവനിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ആ ദൈവമാണ്, ആ ദൈവത്തിലേക്കാണ് സ്തേഫാനോസ് സ്പിരിറ്റ് കൊടുത്തത്, അല്ലാതെ വേറൊരു ദൈവത്തിലല്ല. ആ സ്പിരിറ്റ് കൊടുത്തത് യേശു ക്രിസ്തുവിലേക്കായിരുന്നു. യേശുവെ എന്റെ ആത്മാവിനെ സ്വീകരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ആത്മാവിനെ കൊടുത്തതും ജീവിപ്പിക്കുന്നതും യഹോവയായ ദൈവമാണെങ്കിൽ സ്തീഫാനോസിന്റെ സ്പിരിറ്റ് കൊടുത്തത് യേശുവിന്റെ കൈകളായതുകൊണ്ട് ആ യേശു ക്രിസ്തു തന്റെ ദൈവമാകുന്നു. സോ ഇൻ ദ ഫസ്റ്റ് വൺ ഫ്രം ദ ഡെഡ്, സോ ദാറ്റ് ഹി മൈറ്റ് ബിക്കം the one who is first in all things, because God was pleased to have all fulfilled a fullness to dwell in him. ദൈവത്തിന്റെ സർവ്വപൂർണതയും ദൈവം ആഗ്രഹിച്ചത് യേശു ക്രിസ്തുവിൽ വസിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ അബ്രഹാം. അടുത്തത് പാസ്റ്റർ ജോസ് വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം സൃഷ്ടിയുടെ ബന്ധത്തിലാണ് പിതാവാകുന്നത്. അപ്പൊ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയോടനുബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് ആദ്യജാതൻ എന്ന വാക്യത്തെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ അവര് ആദ്യം ജനിച്ചവൻ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കർത്താവിന്റെ ദാസന്റെ നല്ലൊരു ചോദ്യമാണ്. പാനലിലായിരിക്കുന്ന സൈമൺ ബിൽ വീഡിയോ ഓഫ് ആണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കർത്താവിന്റെ ദാസനും അതുപോലെ പാനലിലുള്ള പാസ്റ്റർ ബ്രൗഡി, അതുപോലെ സൈമൺ വിൽസൺ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നാം അല്ലെങ്കിൽ ലോകത്തിലുള്ള JW ഒഴികെയുള്ള എല്ലാ വേർഷൻ ബൈബിളിലും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ച് നാം വായിക്കുന്ന മുതൽ ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങിയാണ് നമ്മൾ സൃഷ്ടിയുടെ ആരംഭം, സർവ്വസൃഷ്ടിയുടെ ആരംഭം ബൈബിളിൽ നാം കാണുന്നത്. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഉൽപ്പത്തി 1:1 സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 ആഴ്ച മുമ്പ് ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിനും അവര് വചനവും ഒരു ദൈവമായിരുന്നു എന്ന് പറയുന്നത് കാണാം. എന്നാൽ കർത്താവിന്റെ ദാസൻ ബ്രൗഡി പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടി ദൈവം നടത്തിയത് ആദം ഒഴികെയുള്ള എല്ലാ സൃഷ്ടിയും ദൈവം സംസാരിച്ചപ്പോൾ ഉളവായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. ആദം ഒഴികെയുള്ള സകല സൃഷ്ടികളും ലെറ്റ് ദെയർ ബി ലൈറ്റ്, ലെറ്റ് ദെയർ ബി വാട്ടേഴ്സ്, ലെറ്റ് ദെയർ ബി സ്കൈസ് എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാം അവിടെ ഉണ്ടായി തീർന്നു. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം സ്വയം ഒരു സൃഷ്ടിയായി തീർന്നു. അതാണ് നമ്മൾ ആദ്യജാതൻ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ സൃഷ്ടി മാത്രം ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിലത്തെ പൊടി കുഴച്ച് പൊടിയിൽ നിന്നും മനുഷ്യനെ ഉളവാക്കി. അപ്പം വരുവാനിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ താൻ സൃഷ്ടിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പൂർവ്വ ചിന്തയിൽ ഉണ്ടായിരുന്ന താൻ സൃഷ്ടിക്കാൻ പോകുന്ന ആ മനുഷ്യൻ ആരാണോ ആ മനുഷ്യന്റെ
ഇമേജിലേക്ക് ദൈവം പ്രത്യക്ഷമായി. അതായത് സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നും വീഴുമ്പോൾ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് താൻ തന്നെ വരുമെന്നുള്ള ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം താൻ തന്നെ ആ അദൃശ്യനായ ദൈവത്തിന്റെ രൂപം എടുത്തു വന്നതുകൊണ്ടാണ് അവനെ അവിടെ ആ ഒരു കോണ്ടക്റ്റിൽ അവൻ ആദ്യജാതൻ എന്ന് വിളിക്കുന്നത്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യരുടെ എല്ലാം, അതായത് ആദമിന് മുൻപേ ഉള്ളവൻ എന്നുള്ള തലത്തിൽ അവിടെ പ്രത്യക്ഷമായ ജഡത്തിൽ പ്രത്യക്ഷമായ ദൈവം തന്നെത്താൻ തന്നെയാണ് ആ വചനത്താൽ ജനിക്കപ്പെട്ട സൃഷ്ടി എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പം അവനാണ് ദൈവത്തിന്റെ വചനത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 പറയുന്നത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ് ജഡമെടുത്ത് പാർത്തു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പൂർവ്വ അസ്തിത്വം അല്ലെങ്കിൽ എറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ അവകാശം എന്ന് പറയുന്നത് ആണ് ദൈവത്തിന്റെ ആദ്യജാതൻ. എന്ന് വെച്ചാൽ അത് ദൈവം തന്നെയാണ്, മറ്റൊരു ദൈവമല്ല. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പിതാവായ അതേ ദൈവം തന്നെ സൃഷ്ടി നടത്തേണ്ടതിന് വേണ്ടി വന്നപ്പോൾ താൻ തന്നെ സ്വീകരിച്ച ഏദൻ തോട്ടത്തിൽ പ്രത്യക്ഷമായതും ആ ജഡത്തെയാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം ദൈവം ആത്മാവാണ്. ആ ദൈവം തന്നെ ഹോറേബിൽ മോശയ്ക്ക് പ്രത്യക്ഷമായപ്പോഴും മനുഷ്യ രൂപത്തിൽ മമ്രയിൽ അബ്രഹാമിന് പ്രത്യക്ഷമായതും അതേ ദൈവം തന്നെയാണ്, അതേ പ്രത്യക്ഷത തന്നെയാണ് പിന്നീട് മറിയത്തിൽ നിന്നും ജന്മമെടുത്തു വന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവവും. അപ്പോ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് അവൻ ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ആദിജാതനും. ഇത് രണ്ടും ഒരേ കോണ്ടെക്സ്റ്റിലാണ് സംസാരിച്ചിട്ടുള്ളത്. അവൻ കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രതിമയുമാണ്, എന്നാൽ സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സൃഷ്ടി കർത്താവ് എന്നുള്ള നിലയിൽ അദൃശ്യനായ ദൈവത്തിന്റെ ആദിജാതനും കൂടെയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം ഈ ആദിജാതൻ എന്നുള്ള പദത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ടേമിന്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അതിനെ ജനിച്ചവൻ എന്നാക്കുമ്പോൾ അത് സൃഷ്ടിയായിത്തീരും അല്ലെ? അപ്പം സകലം പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കറക്റ്റ് പറ്റില്ല. അത് റോങ് ആണ്. കാരണം സൃഷ്ടികളിൽ ഒരുവനാണ് യേശുക്രിസ്തു എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവർക്ക് യഹോവ എന്നൊരു ദൈവത്തെ മാത്രമേ അവർക്ക് ദൈവമായിട്ട് അവർ കാണുന്നുള്ളൂ. മാത്രമല്ല അവിടെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ യഹോവ പോലും തങ്ങൾക്ക് ദൈവമാണെന്ന് അവകാശപ്പെടാൻ യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്തവരാണ് യഹോവയുടെ സാക്ഷികൾ. നമുക്കറിയാം സ്ഥാപിക്കപ്പെട്ടത് അമേരിക്കയിലാണെങ്കിലും ലോകത്തിലെ ഏതാണ്ട് 86 രാജ്യങ്ങളിൽ അവര് ഇന്ന് ഉണ്ടെങ്കിലും ഇവർക്കാർക്കും യഹോവയുടെ സാക്ഷികൾ എന്ന് തിരുവെഴുത്തിൽ നമ്മൾ യെശയ്യാവ് 43 പറയും പോലെ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയാനുള്ള അർഹതയും അവകാശവും ഇല്ല എന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഇവർ അവകാശപ്പെടുന്ന യഹോവയുമായിട്ട് പോലും അവർക്ക് യാതൊരു കണക്ഷൻ ഇല്ല. അവർക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ യഹോവയുമായിട്ട് വേണ്ടി വരുമായിരുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട്, സമ്പൂർണ്ണ ദൈവമായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃശ്യരൂപമാണെന്ന് അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ യഹോവ അവർക്ക് ദൈവമാകുമായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ യഹോവ പോലെ ഒരു കൗണ്ടർഫീറ്റ് യഹോവയാണ്. കാരണം ഒറിജിനൽ യഹോവയ്ക്ക് സാക്ഷികൾ അബ്രഹാമിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതികളാണ്. ഇപ്പൊ ഇവർ യാക്കോബിന്റെ സന്തതി പരമ്പരകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒറിജിനൽ യഹോവ പോലും അവർക്ക് അവരുടെ ദൈവമാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇനി യഹോവ അവർക്ക് ദൈവമാകണമെങ്കിലോ അതേ യഹോവയുടെ ജഡപ്രത്യക്ഷത, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്നും അവനാണ് സർവ്വ സൃഷ്ടികളുടെ ആദിജാതൻ എന്നുള്ളതും അവർ അംഗീകരിക്കാതെ അവർക്ക് അത് ഒരിക്കലും ആ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ അബ്സല്യൂട്ട് ബേസ്ലെസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ദൈവത്തെയാണ് അവർ ജനിച്ചവൻ എന്ന് ഉള്ള സംബോധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്ക് യു പാസ്റ്റർ ജോസ്. അടുത്തത് ഞാൻ ബ്രദർ സൈമണിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഗ്രീക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ
ബിക്കോസ് ഇൻ ഹിം വെർ ക്രിയേറ്റഡ് എന്നാ ശരിക്കും പറയുന്നത്. അപ്പൊ ഇൻ ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് യേശു ഒരു അവനിൽ. യൂണിവേഴ്സ് പോലെ ആയിത്തീരും, യൂണിവേഴ്സ് പോലെ. ആമേൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1:20 വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ അവൻ സകലത്തെയും നിറയ്ക്കുന്നവനായിരുന്നു, പിന്നെയും അവൻ സകലത്തെയും നിറയ്ക്കുന്നവനായി തീർന്നു എന്നാണ് പറയുന്നത്. ആദ്യം അവൻ സകലത്തെയും നിറയ്ക്കുന്നവനായിരുന്നു, പിന്നെ അവൻ ഒരു ശരീരത്തിൽ വന്നു, പിന്നെ അവൻ പിന്നെയും സകലത്തെയും നിറയ്ക്കുന്നവനായി തീർന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അപ്പോൾ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായവനാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ആത്മാവെന്ന് പറയുമ്പോൾ ഇത് എന്താണ് അത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളതെന്ന് പറഞ്ഞതിനുള്ളൂ, ഈ നമ്മൾ തന്നെ സെക്കറിയ 12 വായിക്കുമ്പോഴത്തേക്ക് ഇൻ ഹിം ഹി ക്രിയേറ്റഡ് മാൻ വിത്തിൻ ഹിം എന്നാ പറഞ്ഞേക്കുന്നത്. ആ വിത്തിൻ ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവായ ദൈവം, സർവ്വ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവം, ആ പ്രപഞ്ചത്തിൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ ഒരു ദൃശ്യരൂപമാണ്. അപ്പൊ ദൈവത്തിന് സ്വന്തമായിട്ടുള്ള ഒരു രൂപം ഇല്ല. അപ്പം സൺ ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് വേറൊരു രൂപം ഇല്ല, വേറൊരു വ്യക്തി ഇല്ല. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഒരു രൂപമുണ്ട്, ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പേഴ്സണിന് ഒരു പേഴ്സണാലിറ്റി കാണും. ഈ ടോൾ, ഡാർക്ക്, ഹാൻസം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പം ഗോഡിന്റെ പേഴ്സണാലിറ്റി എന്താന്ന് ചോദിച്ചാൽ ഹീസ് ഇൻവിസിബിൾ. ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഗോഡിനെ വിസിബിൾ ഫോം ആണ് സൺ. അപ്പൊ ഈ ഗോഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഹാസ് ടു ക്രിയേറ്റ് എ ഇമേജ് ഫോർ ഹിംസെൽഫ് ഫസ്റ്റ്. അപ്പം ആ ഫസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക്, ഫസ്റ്റ് ബോൺ ഈസ് ഹിസ് ഇമേജ് വിച്ച് ഹി ക്രിയേറ്റഡ് ബിഫോർ ക്രിയേറ്റിംഗ് എ മാൻ. That's how he can say now that he created man in his own image. അപ്പൊ ആ ഇമേജ് ഇല്ലാതെ എങ്ങനെയാണ് ദൈവത്തിന് ഒരു മനുഷ്യനെ സ്വന്തം ഇമേജ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാനൊക്കെ? അപ്പൊ അത് സാധ്യമല്ല. അതിനുവേണ്ടി ഹി ക്രിയേറ്റഡ്, ദാറ്റ്സ് വൈ ഹീസ് ദ ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ വേറൊരു വ്യക്തിയല്ല. വേറൊരു വ്യക്തിയാണെങ്കിൽ വേറൊരു പേഴ്സണാലിറ്റി ആയി, ഗോഡ് വേറൊരു പേഴ്സണാലിറ്റി ആയി, ഈ പറയുന്ന സൺ വേറൊരു പേഴ്സണാലിറ്റി ആയി. പക്ഷെ ഗോഡിന്റെ പേഴ്സണാലിറ്റി ആണ് എന്തുവാ? സൺ ഈസ് ദ വിസിബിൾ ഫോം ഓഫ് ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോഡിന്റെ പേഴ്സണാലിറ്റി ആണ് സൺ. അപ്പം എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ ഒക്കുമായിരുന്നോ? ഇപ്പൊ ജീസസ് ഒരു ക്രിയേഷൻ ആയിരുന്നെങ്കിൽ എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം, ഫോർ ഹിം, ത്രൂ ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഹിംസെൽഫ് ഈസ് ക്രിയേറ്റഡ് ബൈ സമ്മൺ എൽസ്. യഹോവ സാക്ഷിയുടെ കോൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ അങ്ങനല്ല. അതുമല്ല, എവറിത്തിങ് വിച്ച് ഈസ് വിസിബിൾ, ഇൻവിസിബിൾ, ത്രോൺസ്, ത്രോൺസ് വരെ എന്ന് പറഞ്ഞാൽ, അപ്പം അതിന്റെ മുമ്പേ ജീസസ് ത്രോൺസ് ഉണ്ടാക്കുന്നതിന്റെ മുമ്പേ ദൈവം എവിടെ ഇരിക്കുകയായിരുന്നു? ദൈവത്തിന് ഇരിക്കാൻ വേറെ സ്ഥലം വല്ലതും ഉണ്ടായിരുന്നു? ജീസസ് വന്നു കഴിഞ്ഞിട്ടല്ലേ എല്ലാം ഉണ്ടാക്കി. അപ്പൊ അതുപോലും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയാക്കി തീർക്കുവാണെങ്കിൽ. അതുമല്ല, ഗോഡ് എന്തോ ഇതിനകത്ത് ഗോഡ് വാസ് പ്ലീസ്ഡ്, ഇവരുടെ ട്രാൻസ്ലേഷൻ ഗോഡ് വാസ് പ്ലീസ്ഡ് ടു ഹാവ് ഓൾ ഫുൾനെസ് ടു ഡ്വെൽ ഇൻ ഹിം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗോഡിന് സ്വന്തമായിട്ട് ഡ്വെൽ ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഗോഡിന് സണ്ണിനകത്ത് തന്നെ ഡ്വെൽ ചെയ്യണമെന്നുണ്ട്. നമുക്ക് പറയാനൊക്കെ ഇപ്പം എനിക്ക് എന്റെ സണ്ണിനകത്ത് ഡ്വെൽ ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ സണ്ണിന് എന്തിനകത്ത് ഡ്വെൽ ചെയ്യാനൊക്കെ ഒക്കത്തില്ല. അപ്പൊ ഇത് പറയുന്നത് എന്തുവാ? ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവായ ദൈവത്തിനെ ആർക്കും കാണാൻ ഒക്കത്തില്ല. ഹി ഹാസ് ടു ഡ്വെൽ. ആ ഡ്വെൽ ചെയ്യുന്ന സ്ഥലമാണ് വാട്ട് വി കോൾ, പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? ഒരു ടെമ്പിളിലായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസിനകത്തായിരുന്നു. ആ ഹോളി പ്ലേസ് എന്നുള്ള കോൺസെപ്റ്റ് ജീസസ് പറയുന്നത്, ഇൻ 3 days ഐ വിൽ ബിൽഡ് എ ചർച്ച്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ. ഐ വിൽ ബിൽഡ് എ ടെമ്പിൾ ഇൻ 3 days. അപ്പൊ ഈ 3 days എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കാര്യമാണ്. അപ്പൊ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടി, ആ ശരീരത്തോട് ചേരാൻ വേണ്ടി, ആ ശരീരത്തിലുണ്ടായ നമ്മൾ ആ ശരീരത്തോട് ചേരാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനം വയ്ക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കുന്നത്. വെൻ യു ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് യു വേർ ക്രൈസ്റ്റ് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് തന്നെ. ആ സഭ, ആ ബോഡി, ആ ടെമ്പിൾ,
അതിന്റെ ഭാഗമായി തീരുവാണെങ്കിൽ, അതാവണമെങ്കിൽ ആദ്യമേ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. ദൈവത്തിന്റെ ആത്മാവിനകത്താണ് നമ്മളെല്ലാം ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ആ ആത്മാവിനകത്ത് തന്നെ നമ്മളെല്ലാരും പോയി ചേരണം. ആ ആത്മാവില്ലാത്തവനൊന്നും ദൈവത്തിനുള്ളവരല്ല. ആ ആത്മാവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഹി ഈസ് ദ ബിഗിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഹൗ ഹി ഈസ് ദ ബിഗിനിങ്, എ ഫാദർ ഈസ് ബിഫോർ ഹിം, നോട്ട് പോസിബിൾ. ഹൂ ഈസ് ദ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്സ് എന്നാ പറയുന്നത്. ഹൂ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ തിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിഥിങ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് അവർക്ക് ദൈവമല്ല, യേശു ദൈവമല്ലെന്ന് പറയേണ്ട അവർക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം. ഇവിടെ എല്ലാം നമുക്ക് പറയുന്നത് ദൈവത്തിന്റെ ഇമേജ് അവനാണ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന അവനിലാണ്. പക്ഷെ എന്നാലും അവൻ ദൈവമല്ല. അപ്പൊ മനുഷ്യനാണെങ്കിൽ മനുഷ്യനകത്ത് ദൈവത്തിന്റെ ഫുൾനെസ് ഏതെങ്കിലും മനുഷ്യനകത്ത് വസിക്കാൻ ഒക്കും? ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് വസിക്കണമെങ്കിൽ അത് ദൈവമായിട്ടുണ്ടാക്കിയ ജഡമായിരിക്കണം, ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ ആയിരിക്കണം. ആ ടെമ്പിൾ ആണ് ക്രിസ്തുവിന്റെ ശരീരം. മാൻ ജീസസ് ക്രൈസ്റ്റിന്റെ ബോഡിയാണ്. ആ ബോഡിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ വിസിബിൾ ഫോം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, ഇത് അടുത്ത വേർഡ്സിനകത്താണെന്നു, ജീസസ് ഈസ് ദ ലോർഡ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് വേർഡ്സാണ്? അതൊന്ന് കാണിച്ചു തന്നെ ആ ഇന്റർലിനിയറിനകത്ത്. കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് വെയിറ്റ്. അതേതാ? ഈ ഒരു ഇതിനകത്ത് നോക്കുക, ക്രൈസ്റ്റ് ജീസസ് ദ ലോർഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതൊരു സംഗതി ഇല്ല ഇവർക്ക്. ആ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആൻഡ് ഓൺലി ലോർഡ്, ലോർഡ് ഓഫ് ലോർഡ് എന്ന് പറയുന്ന പോലെ തന്നെ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ദ ലോർഡ് ഓഫ് എ ഗോഡ് ഈസ് വൺ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ ലോർഡ് ഈസ് അവർ ഗോഡ്. അപ്പം ഇവിടെ എങ്ങും ഒരു ചോദ്യം ഇല്ല. ജീസസിനെ സംബോധന ജീസസ് ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ജീസസ് ഈസ് ദ ഗോഡ്, അല്ലാതെ ഒരു ഇതും ഇല്ല. പഴയ നിയമത്തിൽ നമ്മളുടെ കൽപ്പന അത് തന്നെയാണ്. ഇസ്രായേലിനെ കേൾക്കുക, യഹോവ നമ്മളുടെ ദൈവം, യഹോവ ഏകെന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിനകത്ത് ഹിയർ ഓ ഇസ്രായേൽ ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ് എന്ന് പറയുമ്പോൾ ദ ലോർഡ് അവർ ഗോഡ്, ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസ് ഗോഡ്, നോ വൺ എൽസ്. താങ്ക് യു. ഇനി വേറെ വല്ലതും ഉണ്ടോ ഞാൻ കവർ ചെയ്യാനുള്ളത്? വളരെ നന്ദി. അപ്പൊ ഞാൻ ഈ ഒരു സ്ലൈഡ് ഇപ്പം ഇവിടെ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് അവര് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണത അവനിൽ വസിക്കാൻ അവന് ഹിതം തോന്നി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നു വളരെ വ്യക്തമായിട്ട്. അപ്പോൾ നമ്മൾ കാണുന്നു ഇവിടെ ഒരു ഏകദേശം നമ്മൾ പറയാം, ഈ ജാതികൾക്കും ശരിക്കും ഈ കോൺസെപ്റ്റ് ഉണ്ട്. ദൈവത്തിന്റെ ഒരു ആലയം ഉണ്ട്, അതിനകത്തൊരു പ്രാണപ്രതിഷ്ഠയുണ്ട്. ആ ദൈവത്തിന്റെ ആലയത്തിന് സകല അംഗങ്ങളും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ യേശു ഈ ലോകത്തിൽ വരുമ്പോൾ അവന്റെ ഒരു എല്ലുപോലും ഒടിയത്തില്ല, അവന്റെ ശരീരം പൂർണ്ണതയിൽ സൂക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഒരു ശരീരമാണ് പിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവായ ശരീരമായി മാറിയതും ഇതിൽ ദൈവത്തിന്റെ ആലയമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രാണപ്രതിഷ്ഠയായിട്ട് പൂർണ്ണമായിട്ട് ദൈവം വസിക്കുന്ന ആലയം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നു ഇവിടെ. ഇപ്പൊ നമുക്കറിയാം ദൈവവും ദൈവത്തിന്റെ ആലയവും അത് ഒരു കർത്താവ് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ അവര് എഴുതിയിട്ട് അടുത്ത വചനത്തിൽ നമ്മൾ എത്തുമ്പോൾ എന്തുവാണ് എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ ക്രിസ്തുവാണല്ലോ എല്ലാ ദൈവിക ഗുണങ്ങൾ അതിന്റെ പരിപൂർണ രൂപത്തിൽ ഉള്ളതെന്ന് മാറ്റി. എന്താണ് 9ാമത്തെ വാക്യം? ഇതിനെപ്പറ്റി ബ്രദർ അബ്രഹാം കുട്ടി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ അധ്യായത്തിലുള്ള വാക്യം. വളരെ സന്തോഷം. ഇവിടെ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ കർത്താവിനെ കൈക്കൊള്ളുന്നത്? അത് യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുവൻ ദൈവമക്കളായി കഴിയുമ്പോൾ, അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ ആയി കഴിയുമ്പോൾ, അവനെ കൈക്കൊള്ളുമ്പോൾ, അവനെ വിശ്വസിക്കുമ്പോൾ, പറഞ്ഞ ആരിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവമക്കളാകുക. അപ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരുവൻ അവന്റെ പിതാവ് ദൈവമായി ഓട്ടോമാറ്റിക് തീരുക. യേശു ക്രിസ്തുവിനെ ഒരുവൻ കൈക്കൊണ്ടാൽ ഓട്ടോമാറ്റിക് യേശു ക്രിസ്തു പിതാവായി മാറുക, ഇമ്മീഡിയറ്റ്. അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടും ആരും നിങ്ങളെ കറന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന JW അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞ കൾട്ട് ഉപദേശം മുഖാന്തരമായി, അത് തത്വജ്ഞാനമാണ്, അത് വഞ്ചനയാണ്. ആ ഉപദേശത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സൗരന്മാരെ, നിങ്ങൾ കുടുങ്ങിപ്പോയാൽ അതിന്റെ അന്ത്യം ലേക്ക് ഓഫ് ഫയർ ആയിരിക്കും, അല്ലെങ്കിൽ നരകത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കി ഈ കൾട്ടുകളായിരിക്കുന്ന JW, അതുപോലെ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെയുള്ള തൃത്വ വിശ്വാസങ്ങളും വെറും തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളെ അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആരാന്നറിയാമോ? ലൂസിഫർ അല്ലെങ്കിൽ സാത്താന്യ ശക്തിയാകുന്നു അതിന്റെ പുറകിൽ. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു ദൈവം ഏകൻ, തൃത്വം പറയുന്നു ത്രിയേകൻ. അപ്പോൾ ബൈബിളിൽ തന്നെ ഏകന്റെ മുമ്പിൽ ത്രീ കൂട്ടി അതിനോട് ചേർത്തപ്പോൾ അത് കള്ളനാകുന്നു, ദുഷ്ടനാകുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ, ഈ JW ഈ തൃത്വക്കാർ പറയുന്നത് ത്രിയേകൻ, തൃത്വം, ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമനൊക്കെ പറയുന്നത് അത് തത്വജ്ഞാനം വെറും വഞ്ചനയും ഇളക്കി വിടുന്ന BTH, MTH, PhD, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എടുത്ത വലിയ സ്കോളേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അവരാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, ദ ഗോഡ് വി സീ ഫ്രം ജെനസിസ് ടു മാലക്കായി, ദ സെയിം ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ദാറ്റ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം ഉൽപ്പത്തിന്റെ 1 മുതൽ മലാക്കി വരെയുള്ള യഹോവയായ ദൈവം, അദൃശ്യനായ ദൈവം, പിതാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു. വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്, സൈമൺ ബ്രദർ പറഞ്ഞ പോലെ ദൈവം അദൃശ്യൻ, ആരും കാണാൻ പറ്റുകയില്ല. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? പിതാവിനെ ആർക്കും കാണാൻ സാധ്യമല്ല, ഒറ്റ ഒരാൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ആരാണ് പിതാവ്? അത് യേശു ക്രിസ്തുവിന് മാത്രമേ അറിയാവുള്ളൂ. സൺ. ആ സണ്ണ് ഒഴിച്ച് ബാക്കി ഒരു കുഞ്ഞു പോലും പിതാവെന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ പറയുന്നു പിതാവിനെ അറിയുന്ന പുത്രൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പുത്രൻ വെളിപ്പെടുത്തും ആരാണ് പിതാവെന്ന്. അങ്ങനെ വെളിപ്പെടുത്തിയ ശിഷ്യന്മാർക്ക്, ഞാൻ ഇത്രയും നാളും നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ അറിയുന്നില്ലോ പിതാവേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഇന്ന് മുതൽ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. അപ്പൊ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. അതാണ് സുവിശേഷത്തിൽ പറയാനുള്ള, യോഹന്നാൻ സുവിശേഷത്തില്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തുവിലാണല്ലോ എല്ലാവിധ ഗുണങ്ങൾ. ഇത് JW. അതുകൊണ്ട് ദൈവത്തിന്റെ സർവപൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ നിങ്ങൾക്കൊരു ദേഹരൂപത്തിൽ കാണണമെങ്കിൽ അത് നിങ്ങൾ എങ്ങും പോകണ്ട. നിങ്ങൾ മലയാറ്റൂർ പോകണ്ട, നിങ്ങൾ മദ്രാസിൽ പോകണ്ട, നിങ്ങൾ ഒരു സ്ഥലത്തും പോകണ്ട. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് 33.5 വർഷക്കാലം അന്നുള്ള ജനങ്ങൾ കണ്ടു. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞു, തോമസോട് പറഞ്ഞു, എന്നെ കണ്ടതോട് വിശ്വസിച്ചു, കാണാത്തവർ ഭാഗ്യവാന്മാർ. ഇപ്പോഴും ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്ന യഹോവയായ ദൈവം തന്നെ ദടത്തിൽ വെട്ട് അത് യേശു ക്രിസ്തു ആണെന്ന് നമ്മൾ വായിച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവര്. തോമസ് എന്ത് പറഞ്ഞു? എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. തീർച്ചയായിട്ടും യേശു ക്രിസ്തു നിരാകരിച്ചില്ല. അല്ല, ഞാൻ കർത്താവാ, ഞാൻ ദൈവമൊന്നും അല്ലെന്ന് തോമസോട് പറഞ്ഞില്ല. അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്. ഇപ്പൊ സൈമൺ പറഞ്ഞ പോലെ ദ ലോർഡ്, ദാറ്റ് മീൻസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കൽ ദി ഉപയോഗിച്ചാൽ there is only one singular. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ JW ഈ കത്തോലിക്ക മുതല പെന്തക്കോസ് വരെയുള്ള തൃത്വക്കാരും അവിടെ തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ പറയുന്നു, ബെറിയയിലുള്ളവര്
തെസ്സലോനിക്കക്കാരെക്കാട്ടും സമർത്ഥരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെ എന്ന് പരിശോധിച്ചു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ത്രിയേകൻ തൃത്വം, JW പറയുന്നത് പോലെയുള്ള മേജർ ഗോഡ് യഹോവ, ജൂനിയർ ഗോഡ് ജീസസ് ക്രൈസ്റ്റ്, ഇതൊക്കെ തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്നതാണ് ക്രിസ്ത്യാനികളെ. അതുകൊണ്ട് ദൈവത്തിന്റെ സർവ്വപൂർണതയും നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. വിതൗട്ട് കോൺട്രവേഴ്സി, ഗ്രേറ്റ് ഇസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. God was manifest in the flesh. ഏതാ? ഒറ്റ ദൈവമേ ഉള്ളൂ. നമ്മൾ എവിടെയാ ദൈവത്തെ കാണുന്നത്? In the beginning God, that same God manifest in the flesh, that is our Lord Jesus Christ. Praise the Lord. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ഇപ്പം യോഹന്നാൻ 1:12 ആ 12-ാമത്തെ വാക്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ആ ഭാഗം ഒന്ന് പോയി ശ്രദ്ധിക്കാൻ ഇപ്പൊ ഇടയായി. അപ്പം അപ്പോഴാണ് അവിടെയും ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. ഈ കൈക്കൊണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. പാസ്റ്റർ ജോസിനി ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് വചനം മനുഷ്യനായി തീർന്നു എന്നാണ്. വചനം ജഡമായി തീർന്നു എന്ന് നമ്മുടെ ബൈബിളിൽ എഴുതിയേക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വചനം മനുഷ്യനായി തീർന്നു, ഞങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ തേജസ് കണ്ടു, ഒരു അപ്പനിൽ നിന്നും അയാളുടെ ഒരേ ഒരു മകന് ലഭിക്കുന്ന തരം തേജസ് ആയിരുന്നു അത്. അപ്പൊ ഒരു അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മനുഷ്യനായിട്ടുള്ള അപ്പനിൽ നിന്ന് ലഭിക്കുന്ന മകന് ലഭിക്കുന്ന തേജസ് ആയിരുന്നു യേശു എന്ന ഈ വചനം ജഡമായി തീർന്ന ദൈവം തന്നെ ആയിരുന്ന വ്യക്തിക്ക് ഉള്ളതെന്നാണ് ഇവിടെ അവരുടെ ബൈബിളിനകത്ത് ഇവരെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അതാ JW പറയുന്നത് വചനം ഒരു മനുഷ്യനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് നേരിട്ട് പറയുന്നത് എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്. അപ്പൊ അതൊന്ന് അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാം. അതിന്റെ സ്ക്രീൻ ഉണ്ടോ? മറ്റേ ഇതുണ്ടോ? PPT ഉണ്ടോ? മറ്റേ 1:12 ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. 1:12. കാണാമോ? തീരെ ചെറുതാ, കാണത്തില്ല. ഒരു മിനിറ്റ് കാണാം. കാണാം. വചനം മനുഷ്യനായി അല്ല, ഓക്കെ, നമുക്കത് ഒരു ആദ്യം പറഞ്ഞാൽ മതി. കാരണം നമ്മളത് വായിക്കാൻ പോണത് ഇന്ന ബൈബിളിൽ നിന്നാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ, സ്ക്രോൾ ചെയ്ത് തന്നാൽ മതി. 12 മുതൽ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങാം. പ്രൈസല്ലോ. അപ്പോ ഇപ്പത്തെ ഒരു ചോദ്യം വന്നത്, യഹോവയുടെ സാക്ഷികളുടെ മലയാള ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് വായിക്കും. അതിനുശേഷം അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നൽകും. അതുകൊണ്ട് കത്തോലിക്കരുടെ ബൈബിൾ മുതൽ പെന്തക്കോസ്തുകാർ വരെ ഉപയോഗിക്കുന്ന ബൈബിൾ, ഇന്ന് സാർവത്രികമായിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ ഉപയോഗിക്കുന്ന ബൈബിളിൽ നിന്നും ഓപ്പോസിറ്റ്, എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വക്രീകരിച്ച് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് യഹോവയുടെ സാക്ഷിയുള്ള ബൈബിൾ. അതുകൊണ്ട് 1:12 മുതൽ ഞാൻ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അദ്ദേഹം ദൈവമക്കളാകാൻ അനുമതി കൊടുത്തു. ഒരു മാന്യനാക്കിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അവർ അദ്ദേഹത്തിന്റെ നാമത്തിൽ വിശ്വാസം അർപ്പിച്ചു. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, ശരീരത്തിന്റെ ഇഷ്ടത്താലോ പുരുഷന്റെ ഇഷ്ടത്താലോ അല്ല, ദൈവത്തിൽ നിന്നാണ്. വചനം മനുഷ്യനായി തീർന്ന്
ഞങ്ങളിടയിൽ കഴിഞ്ഞുകൂടി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ തേജസ് കണ്ടു. അപ്പനിൽ നിന്നും അയാളുടെ ഒരേ ഒരു മകന് ലഭിക്കുന്ന ഒരു തരം തേജസ്സായിരുന്നു അത്. വചനം ദിവ്യപ്രീതിയും സത്യവും നിറഞ്ഞയാളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അല്ലെങ്കിൽ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മാത്രം, അതായത് വചനം ഒരു മനുഷ്യനായി തീർന്നു എന്ന് ഒരു ബൈബിളിലും ഇല്ല. വചനം ജഡമായി തീർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യനല്ല, വചനം, ആ ജഡം വചനമായിരുന്നു, എന്നാൽ ആ ജഡത്തിനുള്ളിൽ ദൈവമായിരുന്നു. എന്നാൽ ആ ജഡത്തിൽ ദൈവമാണ് എന്നുള്ളത് നിഷേധിക്കാൻ വേണ്ടിയാണ് ആ ജഡം ഒരു മനുഷ്യനായിരുന്നു. ബൈബിളിൽ നമ്മൾ പൊതുവായിട്ട് സർവ്വജഡവും എന്റെ അടുക്കൽ വരുമെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരെയാണ് അവിടെ ബൈബിൾ ജഡം എന്ന്, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നൊക്കെ ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം കേവലം അതൊരു ജഡമാണെന്നും ഒരു മനുഷ്യന്റെ ജഡമാണെന്നും വരുത്തി തീർക്കുക എന്നുള്ള ഒരു വളരെ ഗുരുതരമായ ഒരു ഉദ്ദേശമുണ്ട് യഹോവയുടെ സാക്ഷികൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എല്ലാ തിരുവെഴുത്തുകളും അവരുടെ ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് കേവലം ഒരു മനുഷ്യനാണ് എന്ന് അവര് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല അത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന മിഖായേൽ ദൂതന്റെ ഒരു പ്രത്യക്ഷതയാണ് യേശു എന്നും പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അവര് ഇത്തരത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷത അല്ലെങ്കിൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടൽ അവർ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ദൈവമാണ് ജഡത്തിൽ വന്നതെന്ന് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അതിനെ താഴ്ത്തിക്കളഞ്ഞിട്ട് അവർ ഈ മനുഷ്യന് ഒരു പദവി കൊടുത്തു, അദ്ദേഹത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുക. അതായത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് ഒരു നാമമുണ്ട്. ആ നാമം യെശുവ എന്നാണ് ഹെബ്രായ പദത്തിൽ. അത് യഹോവ രക്ഷകനാണ് എന്നുള്ള നാമമാണ് ഇവരുടെ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിക്കുള്ളത്. അതായത് സാമാന്യമായി പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അവനെ സ്വീകരിക്കുക എന്ന മറ്റുമാണ് അവർ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ദൈവമായിട്ട് കൈക്കൊള്ളുക, അംഗീകരിക്കുക. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെങ്കിൽ സ്വാംശീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. അപ്പം ആ പ്രത്യക്ഷനായ, അതായത് യോഹന്നാൻ 1:1 മുഴുവൻ കോണ്ടെക്സ്റ്റും പറയുന്നത് നമ്മൾ ആദ്യം വരെ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബൈബിളിലേക്ക് വരുമ്പോൾ അദ്ദേഹമായി മാറി. അപ്പൊ ഇവര് ഒരു മനുഷ്യൻ കുറച്ച് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യനെ അവിടെ പറയുമ്പോഴാണല്ലോ നമ്മൾ അവൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് പോകുന്നു. അപ്പം അദ്ദേഹത്തിന്റെ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ തേജസ്, മോഹൻലാലിന്റെ, നമുക്കറിയാം മനുഷ്യരിൽ തന്നെ ഒരു കരിഷ്മയുണ്ടല്ലോ. ആ കരിഷ്മയാണ് ഇവിടെ ദൈവത്തിന്റെ തേജസ്സിന് പകരമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കരിഷ്മയിലേക്ക് ചെറുതാക്കി കൊണ്ടുവന്ന് ബന്ധിക്കുകയാണ്. എന്നിട്ട് ആ ഒന്നിന്റെ ഈ മനുഷ്യന്റെ ആദ്യജാതൻ എങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു തേജസ് ഉണ്ടോ? അങ്ങനെ ആദ്യത്തെ പുത്രൻ ഉള്ള തേജസ് ഇല്ല. മനുഷ്യന് ആദ്യജാതനായാലും അവസാനത്തെ ജാതനായാലും തേജസ് വ്യത്യാസം വരും. കാരണം ചില മക്കളെ ഒരു വീട്ടിൽ ഒരു അപ്പന്റെയും അമ്മയ്ക്കും ഉണ്ടായത് ചിലപ്പോ 5ാമത്തെ മകനായിരിക്കും ആദ്യത്തെ ഉള്ളതിനേക്കാളും സൗന്ദര്യം. ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നത്, ഞാന് എന്റെ അപ്പന്റെ 7ാമത്തെ ആളാണ്. എന്റെ അപ്പന്റെ പെങ്ങന്മാരൊക്കെ പറയും, അതായത് ഞാലിപ്പറമ്പിലെ അച്ചാച്ചന്റെ സുന്ദരൻ മോൻ എന്ന് പറയുമായിരുന്നു. ഞാൻ ഇതിനേക്കാൾ സുന്ദരനായിരുന്നു ചെറുപ്പത്തില്. അപ്പം ഞാൻ 7ാമത്തെ ആളാണ്. അപ്പൊ ബാക്കിയുള്ള ആൺമക്കളെക്കാളൊക്കെ എനിക്കായിരുന്നു കുറച്ചുകൂടെ ഗ്ലെയറും പിന്നെ കളറും ഉണ്ടായിരുന്നത്. അപ്പം ദൈവത്തിന് വരുമ്പോ ആദ്യജാതനം പിന്നെ ദൈവത്തിന് 2ാമത്തെ ജാതനം അങ്ങനൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് പല ജാതന്മാരുണ്ടായിട്ടുമില്ല. അപ്പം മനുഷ്യന്
ഇവിടെ പറയുന്ന അദ്ദേഹത്തിന്റെ തേജസ് എന്ന് പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരൊരു സാധാരണ മനുഷ്യനെയാണ്, ഒരു സൃഷ്ടി ആണ്. ആ സൃഷ്ടിയെ നിങ്ങൾ കൈക്കൊള്ളണം. കൈക്കൊള്ളുകയല്ല, എന്ത് ചെയ്യണം അവർ പറഞ്ഞേക്കുന്നത്? സ്വീകരിക്കണം, അംഗീകരിക്കണം. സ്വീകരിക്കുന്നു. ഇവിടെ ആ വേർഡ് തന്നെ എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന തേജസ് കണ്ടത് ചിലപ്പോൾ ഒലിവുമലയില് കർത്താവിന്റെ ട്രാൻസ്ഫിഗറേഷന്റെ തേജസിന്റെ കാര്യമായിരിക്കും അവിടെ പറയുന്നത്. അതാണ് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാര് കണ്ട തേജസ് ആയിട്ട് നമുക്കറിയാവുന്നത് ബേസിക്കലി. കറക്റ്റ്? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നു അവനെ കൈക്കൊണ്ട് എന്ന് പറയുമ്പോൾ ആ കൈക്കൊള്ളുമ്പോൾ ലഭിക്കുന്ന ഒരു പദവി എന്താണ്? ദൈവത്തിന്റെ മക്കളാവാനുള്ള ഒരു പദവിയിലേക്കാണ് വരുന്നത്. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരാൾക്കും ദൈവമക്കളുടെ പദവിയിലേക്ക് വരാൻ കഴിയില്ല. ദൈവമക്കളുടെ പദവിയിലേക്ക് വരണമെങ്കിൽ ദൈവത്തെ കൈക്കൊള്ളണം, ദൈവത്തെ സ്വീകരിച്ച് ആ ദൈവത്താലുള്ള വിടുതൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ആദാം നഷ്ടപ്പെടുത്തിയ പുത്രത്വത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ ഒരു അഭിപ്രായത്തിൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയിലൂടെ ദൈവം യേശു ക്രിസ്തുവിൽ മരിച്ചു എന്നാണ് നമ്മൾ കൊറിന്ത്യർ 2 കൊരിന്ത്യർ 2:19 വായിക്കുന്ന ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത്. റിക്കൺസൈൽ ദ വേൾഡ് അൺടു ഹിംസെൽഫ്. അപ്പം ദൈവം ക്രിസ്തുവിൽ മരിച്ചിട്ട് ആ മരണത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം തന്നോട് ചേർക്കുന്നു, അവരെ റിക്കൺസൈൽ ചെയ്യുന്നു, അവരെ ആ പുത്രത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. ആ അർത്ഥത്തിൽ മരിച്ചവരെന്നുള്ള ആദ്യജാതനാണ് യേശു ക്രിസ്തു. അതേപോലെ തന്നെ അവൻ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ആദ്യജാതനുമാണ്. അത് സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടുമാണ് എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇതിനെയെല്ലാം കേവലം ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യന് കുറച്ചൊരു തേജസ് ഉണ്ട്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അവൻ തേജസ്സിന്റെ കർത്താവാണ് എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. എന്തായാലും യഹോവയുടെ സാക്ഷികളെക്കാളും മിടുക്കനാണല്ലോ യഹോവയെ ആരാധിച്ചു വന്ന പൗലോസ്. ആ പൗലോസ് പോലും പറയുന്നത് ക്രൂശിക്കപ്പെട്ടവൻ ഇസ്രായേലിന്റെ രാജാവായിരുന്നു, അവൻ തേജസ്സിന്റെ കർത്താവായിരുന്നു എന്ന് പറയുന്നത്. അപ്പം അതിനെ അടക്കമുള്ള പുതിയ നിയമത്തിൽ എത്രമാത്രം പുതിയ നിയമത്തെ ഇങ്ങനെ ഈ രീതിയിൽ കോട്ടിമാറ്റി കളയാമോ, എത്രമാത്രം ഇതിനെ വഷളാക്കാൻ കഴിയുമോ അത്രമാത്രം ഇതിനെ വഷളാക്കുന്നുണ്ട്. ഓൺലി പർപ്പസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ മനുഷ്യരാക്കുക, അതിനു വേണ്ടിയുള്ള ഭയങ്കരമായ ഒരു വർക്ക് ഇവര് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളം ട്രാൻസ്ലേഷനിൽ എന്ന് വേണം മനസ്സിലാക്കുവാൻ. യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രത്യക്ഷതയാണെന്നും ദൈവത്തിന്റെ ദേഹരൂപമാണെന്നും അവനിലാണ് എല്ലാ സൃഷ്ടിയും നടത്തിയതെന്നും ബൈബിൾ തെളിവായി പറയുമ്പോൾ ഇവരുണ്ടാക്കിയ ഒരു ബൈബിൾ മാത്രമാണ് അതിനെ വിരുദ്ധമായിട്ട് ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇവർ കയറി വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടുന്ന ഒരു പരിജ്ഞാനം നിങ്ങൾ ഈ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കണം. അവരെ വീട്ടിൽ കയറ്റിയിരുത്തി നല്ലവണ്ണം സൽക്കരിച്ചിട്ട് വേണം പറഞ്ഞയക്കാൻ. ദൈവവചനം കൊടുത്ത് സൽക്കരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തും. താങ്ക് യു. അടുത്ത ബ്രദർ സൈമണിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അവര് ആ കാര്യം മാറ്റി എഴുതിയിരിക്കുന്നു. ഹിസ് ഫുൾനെസ് ഡ്വെൽ ഹിം. ഇവിടെ അതിനെ ക്വാളിറ്റി ഡ്വെൽസ് ബോഡിയിൽ നിന്നാക്കി. അതൊരു വലിയ വ്യത്യാസം ഇവിടെ വരുത്തിയിട്ടുണ്ട് അവര്. നമ്മളിപ്പം 1-ാമത്തെ അധ്യായത്തിൽ അവർ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ബൈബിളിൽ തന്നെ ഒരു ഒറ്റ യൂണിഫോമിറ്റി ഇല്ല ഇവിടെ. അപ്പം അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് നമ്മൾ ആദ്യമേ തന്നെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് മനസ്സിലാകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരും ആസ് ഈ ഹാവ് therefore received ക്രൈസ്റ്റ് ജീസസ് ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അത് മാറ്റി എഴുതാൻ ഒത്തിട്ടില്ല. എന്താ പറഞ്ഞാൽ അത് ക്ലിയർ ആണ്. എക്സെപ്റ്റ് ക്രൈസ്റ്റ് ജീസസ് ദ ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തന്നെ അവർക്ക് ആദ്യമേ തന്നെ അവരുടെ ഇത് പോണ്ടേ, അവരുടെ എല്ലാ കോൺസെപ്റ്റും അവിടെ തീരുക. എന്താ ദ ലോർഡ് ഈസ് അവർ ഗോഡ്, അത് അവിടെ തന്നെ ക്ലിയർ ആവുക. അത് കഴിഞ്ഞിട്ട് 9th വേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഫോർ ഹിം ഇൻ ഹിം dwelleth all the fullness of Godhead എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കണം, അവിടെ വെരി ഇമ്പോർട്ടന്റ് ആ ഗോഡ് ഹെഡ്. അപ്പം ദൈവത്തിന്റെ
ഹെഡ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തല ബോഡിയിൽ അതിനകത്താ വസിക്കുന്നത്. ആരാ ബോഡിയുടെ ഹെഡ് എന്ന് ചോദിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും. ബോഡിയുടെ ഹെഡ് ജീസസ് ക്രൈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇൻ ഹിം ഡ്വെലത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ബോഡിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ മാറ്റി ഇതിനകത്ത് എഴുതിയേക്കുന്നത് ദൈവികത്വം. നമ്മൾ മലയാളത്തിനകത്ത് ഇത് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദൈവികത്വം എന്ന് പറഞ്ഞാൽ ഡേറ്റി എന്ന് പറയുമ്പോൾ ആ ഫുൾനെസ് ഓഫ് ഡേറ്റി എന്ന് പറയുമ്പോൾ അത് തലേന്നൊന്നും വരില്ല, ഫുൾനെസ് ആണ്. ഫുൾനെസ് എല്ലാ അംഗങ്ങളും അതാ ബേസിക്കലി നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നില്ലേ. ഹെഡ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ബോഡി, ബാക്കി എല്ലാവരും അതല്ല. ക്രൈസ്റ്റിന്റെ ആത്മാവുള്ളവരാണ് യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ. അപ്പം ഹിസ് സ്പിരിച്വൽ പ്രസൻസ് ഈസ് വാട്ട് മേക്സ് ഹിസ് ബോഡി ആസ് ഫുൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഇൻ ഹിം ആ സ്പിരിച്വൽ പ്രസൻസിന്റെ കാര്യമാണ് പറയുന്നത്. സ്പിരിച്വൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണത ദേഹരൂപമായി വസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയിലൊന്നും ഇല്ല. ആ ശരീരത്തിനകത്ത് തന്നെയാണ് സർവ്വസമ്പൂർണത വസിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് അത് മാറ്റേണ്ടി വരുന്നു. ഡിവൈൻ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിവൈൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ഒരു മനുഷ്യന്റെ നല്ല ക്വാളിറ്റീസ് ഉള്ള പോലെ തന്നെ ദൈവത്തിന്റെ നല്ല ക്വാളിറ്റി, ദൈവത്തിനല്ല ദൈവത്തിന്റെ ക്വാളിറ്റീസ് കാണത്തുള്ളൂ, മനുഷ്യന് ദൈവത്തിന്റെ ക്വാളിറ്റി കാണും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഡിവൈൻ ക്വാളിറ്റീസ്, ഏത് ഡിവൈൻ ക്വാളിറ്റീസാ? ഡിവൈൻ ക്വാളിറ്റീസ് ഉള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉണ്ടോ? ഇപ്പൊ ഏതെങ്കിലും മനുഷ്യന് പറയാനൊക്കെ ഹി ഗോട്ട് ദ ഡിവൈൻ ക്വാളിറ്റി? മനുഷ്യനാണ്, എല്ലാവരും പാപികളാണ്, നമ്മളെല്ലാവരും പാപികളാണ്. നമുക്കുള്ള ഒരു ഡിവൈൻ ക്വാളിറ്റി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനാണ്. അപ്പൊ ഡിവൈൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇവർക്ക് അത് മാറ്റേണ്ടി വരുന്നതിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ജീസസ് ഒരു സാധാരണ വ്യക്തിയാണെന്ന് കാണിക്കണം. അതിനുവേണ്ടി അവർ കടന്ന് ഈ ദ ലോർഡിനെ അവർ ഇഗ്നോർ ചെയ്യും. അവര് ഗോഡ് ഹെഡ് ബോഡിയിൽ എന്ന് പറയുമ്പോൾ അതിനെ അവർക്ക് ചേഞ്ച് ചെയ്തിട്ട് ഡിവൈൻ ക്വാളിറ്റി ഡ്വെൽസ് ബോഡിയിൽ എന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാം പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ക്രൂക്കഡ്നെസ്സിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാക്കി എല്ലാ സഭകളും, കത്തോലിക്ക സഭ, മർത്തോമാ സഭ, CSI സഭ, ഇവരെല്ലാം യൂസ് ചെയ്യുന്ന ബൈബിൾ യൂസ് ചെയ്തിട്ട് ഇവർക്ക് യേശു ദൈവം അല്ലെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാനൊക്കത്തില്ല. അതിനുവേണ്ടി അവർക്ക് പുതിയ ബൈബിൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. എന്നിട്ട് ആ ബൈബിളും കൊണ്ട് നടന്നിട്ട് അവർ ആൾക്കാരെ വഴി തെറ്റിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ പോലെ തന്നെ ജോസ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ ഇവരെ സൽക്കരിച്ച് എന്ന് പറഞ്ഞാൽ വചനങ്ങൾ കാണിച്ച്, ഇവരുടെ ബൈബിളിൽ നിന്ന് എടുത്ത് വചനങ്ങൾ വായിക്കില്ല, നമ്മളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ഇവര് കോട്ട് ചെയ്യുന്ന ബൈബിളുകളെല്ലാം നമ്മൾ തിരിച്ച് അത് നമ്മളുടെ ബൈബിളിൽ നിന്ന് അത് ആ ബൈബിൾ തന്നെ യൂസ് ചെയ്യുക. അവരുടെ ബൈബിൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ബൈബിൾ എഴുതേണ്ടി വരുന്നു. ഈ ബൈബിൾ എഴുതുന്നവരുടെ എന്താ പറഞ്ഞാൽ അവർ പുതിയ ഡോക്ടറിനുമായിട്ട് വന്നേക്കുന്ന ഇത് ചെന്നായ്ക്കളുടെ സുവിശേഷമാണ്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. ഓക്കെ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വേറെ ചോദ്യം ഉണ്ടോ അതിനകത്ത്? വേറെ ഒന്നുമില്ല, താങ്ക് യു. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കട്ടെ, ഇവര് മിക്കവാറും ഈ പണിക്ക് ഇറങ്ങുമ്പോൾ ഇവര് BSIയുടെ ബൈബിളും കൊണ്ട് ഇറങ്ങിയിട്ട് ചില നമ്മുടെ ക്രിസ്തീയ ആൾക്കാർക്ക് വശമില്ലാത്ത ഭാഗങ്ങൾ മാത്രം എടുത്ത് സംസാരിക്കും. പക്ഷെ ഇവര് ശരിക്കും വായിച്ച് പഠിക്കുന്നത് ഈ ഒരു ബൈബിളിൽ കൂടെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ബേസിക്കലി അവര് വായിക്കുന്നത് ഈ ബൈബിളും എടുത്തോണ്ട് നടക്കുന്നത് ചിലപ്പോൾ BSIയുടെ ബൈബിൾ എടുത്തോണ്ട് അവര് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുമായിരിക്കും. പക്ഷെ അവരുടെ എല്ലാം ഞാൻ അവരുടെ ഒരു മോഡസ് ഓപ്പറേണ്ടി ഞാൻ പറയാം. രണ്ടുപേര് ആണ് അവരുടെ എല്ലാ, അതായത് അവരുടെ ചർച്ചിൽ അവരുടെ ആ കോൺഗ്രിഗേഷനിൽ ചേർന്നാൽ വെരി നെക്സ്റ്റ് ഡേ മുതൽ അവര് സ്ക്വാഡ് വർക്ക് ചെയ്തിരിക്കണം. 2 പേര് വീതം, മെയിലോ ഫീമെയിലോ അല്ലെങ്കിൽ 2 ഫീമെയിലോ വീട് വീടാന്തരൊക്കെ എല്ലാ ദിവസവും മാൻഡേറ്ററി ആണ്. അങ്ങനെ പോകുമ്പോ ഇവരുടെ ഈ ബൈബിൾ ഉണ്ടാവില്ല. വീക്ഷാ ഗോപുരം, അതായത് വാച്ച് ടവർ ബൈബിൾ സൊസൈറ്റിയുടെ കുറെ ട്രാക്റ്റുകൾ ഉണ്ടാവും. ആ ട്രാക്റ്റുകളിൽ അവരുടെ കുറെ കറുത്ത സായിപ്പും കറുത്ത നീഗ്രോസിന്റെ ഒക്കെ പടമൊക്കെയുള്ള അതിലിട്ടേക്കുന്നത് ഈ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാറായി, കർത്താവിന്റെ രാജ്യം വരാറായി എന്നൊക്കെ പറഞ്ഞ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ലോകം മുഴുവൻ നാശത്തിലേക്ക് പോകുന്നു. പിന്നെ ഈ എല്ലാ അഴിമതി എന്താണ്, ഒരു പുതിയ ലോകം ക്രമം ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് യഹോവയുടെ സാക്ഷിയിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് ലീഫ്ലെറ്റ് ഒക്കെ തന്ന് കുറെ പ്രോമിസസ് കൊടുക്കും. അതായത് വരാൻ പോകുന്ന ഒരു പുതിയ ലോകക്രമത്തെ കുറിച്ച്
സംസാരിക്കും. അപ്പം നമ്മൾ അവിടെ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർ പറയും ഞങ്ങള് പിന്നെ വരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം ബൈബിൾ അറിയത്തില്ല, ഞങ്ങള് മൂപ്പന്മാരെ എൽഡേഴ്സിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുള്ളൂ, പിന്നെ വരില്ല. അതാണ് അവരുടെ ഒരു ഓപ്പറേഷന്റെ രീതി. ബൈബിൾ അവരുടെ കൈ വെക്കില്ല, അവർ ഒരു ബൈബിൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ വീടുകളിൽ കയറുന്ന സ്ക്വാഡ് ഒരിക്കലും ബൈബിൾ ഉപയോഗിക്കില്ല. അവർ കുറച്ച് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, മരണമില്ലാത്ത ഒരു പ്രോമിസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ദാരിദ്ര്യപ്പെട്ടും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് ഒരു വലിയൊരു പ്രോമിസ് അവരെ തുറന്നു കൊടുക്കും, ഒരു ഓഫർ. ഈ ഓഫറിലാണ് അവര് അതെ അതെ കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്. അതെ, അതിലൂടെയാണ് അവസാനം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നാ ഞങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇന്ന ദിവസം കിങ്ഡം ഹാളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും അവരുടെ വീടുകളിൽ വരും. പിന്നെ ഒന്ന് ഇവരുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാരിയറായിട്ട് ഇവർ മാറും. പിന്നെ ഈ നമ്മൾ അർജുനനെയൊക്കെ പോലെ പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. ട്രാപ്പ ചൂണ്ട സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒരിക്കലും ഒന്നും പറയല. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം, സമയമായി ഓൾമോസ്റ്റ്. വിഷ്ണു ബ്രദറെ, എനിക്ക് രണ്ട് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ജോൺ ചാപ്റ്റർ 1:12 പറഞ്ഞല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരുവൻ അവന്റെ പിതാവായി തീരും, ദൈവം പിതാവായി തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. കൃപായുഗത്തിൽ അവനോട് ചേരുക എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിനോട് ചേരുക. അതായത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്ഥാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുമ്പോൾ ദൈവം നമ്മളെ ദൈവസഭയിലേക്ക് ചേർക്കുകയാണ്. വേറെ ഒരു കാര്യം പറഞ്ഞാല്, ആദിജാതന്റെ ഉള്ള വിഷയത്തില് ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ വീണു പോകും എന്നറിയാവുന്ന ദൈവം തന്നെ രണ്ടാമത്തെ ആദമായി വരുവാൻ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നുള്ളവൻ, രണ്ടാമത്തെ ആദാം സ്വർഗത്തിൽ നിന്നുള്ളവൻ. കറക്റ്റ് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഒരു പുത്രനൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആദം പിന്നെ പാപം ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് എന്താ ഈ പുത്രൻ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? പാപം മോചിക്കേണ്ടവൻ യേശുക്രിസ്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു യേശുക്രിസ്തു അവിടെ ഇറങ്ങി വന്നില്ലല്ലോ. അപ്പോൾ ദൈവമായിരുന്നു പാപത്തെ ക്ഷമിച്ചു കൊടുത്ത ഒരു ഉടുപ്പുണ്ടാക്കി അവിടെ നഗ്നം നിറച്ചെങ്കിൽ ഈ ന്യായപ്രമാണം വരെ അങ്ങനെ പോയപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു തന്നെ ജഡമെടുത്തു നമുക്ക് വേണ്ടി 2021 വർഷങ്ങൾക്ക് മുമ്പ് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത ആ ദൈവമാണ് യേശുക്രിസ്തു. ഈ കൃപായുഗത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അവനെ കൈക്കൊള്ളുക, യേശുവിൽ കൈക്കൊള്ളുക, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ ദൈവത്തിന് സപ്പോർട്ട് ചേർക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, JW യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞ കൾട്ടുകളുടെ കുരുക്കിൽ ചാടാതെ, കത്തോലിക്ക മുതൽ തൃത്വം വരെയുള്ള പെന്തക്കോസ്തുകാരുടെ കുടുക്കിൽ ചാടാതെ, ഏക സത്യ ദൈവം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെ യാശുവ യഹോവ രക്ഷകനായി ഭൂമിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. Neither is a salvation in any other, for there is none other name under heaven given among whereby we must be saved. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ അബ്രഹാം കുട്ടി. അപ്പം വളരെ നന്ദി പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ അബ്രഹാം കുട്ടി, പാസ്റ്റർ ബ്രദർ സൈമൺ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ തുടർന്ന് ഇനി ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ പിന്നെയും ചർച്ച ചെയ്യുന്ന ആയിരിക്കും. നിങ്ങളോട് പാർട്ടി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത്, പല തൃത്വക്കാരെ ഞങ്ങൾ ഇന്ന് കാണുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിന്റെ പേര് എന്താണെന്ന് യഹോവ സാക്ഷികൾ ചോദിക്കും. അപ്പോൾ തൃത്വക്കാർക്ക് ഒരു ഉത്തരവുമില്ലാത്ത ഉത്തരം മുട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും അവരുടെ ദൈവം യഹോവയാന്ന് പറയും. അപ്പോൾ അവർ യഹോവ സാക്ഷികളെ പോലെ തന്നെ ആയിത്തീരുന്നു. മഹാദൈവവും രക്ഷിതാവുമായ യേശു മശീഹ എന്ന നാമം അപ്പോസ്തോലന്മാരെ എടുത്തുകൊണ്ട് അവർ സ്നാനപ്പെട്ട ദിവസം മുതൽ ആ ഒരു നാമത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട്
വേല ചെയ്ത് ആ നാമത്തെ മാത്രം വെളിപ്പെടുത്തി അത് തന്നെ ദൈവവും കർത്താവുമായിരിക്കുന്നവൻ എന്ന് പ്രഘോഷിച്ചപ്പോൾ, ശരിയാണ്, പുത്രൻ എന്ന നിലയിൽ അവൻ വന്നു, അത് രക്ഷയുടെ വേലയ്ക്കായിട്ടാണ്. അതുകൊണ്ട് അവന് പിതാവ് ഉണ്ടെന്നുള്ള കാര്യം പല കാര്യങ്ങൾ പറയുമ്പോഴും വചനത്തിൽ നമ്മൾ കാണിക്കുന്നു. എങ്കിലും ഇന്നും നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കർത്താവായ യേശുവും പിതാവായ ദൈവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് വ്യക്തികളായി തീരുന്നില്ല. ഇത് ഒരേ ദൈവത്തിന്റെ രണ്ട് പ്രവൃത്തികളായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കണം. ആരാണ് ഞങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ സാധിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ച വചനത്തിൽ അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണത. ഒരു ആലയം മാത്രമേ ഉള്ളൂ ദൈവത്തിന്. ആ ആലയത്തിന്റെ നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. ഒരു നാമം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്ക്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു once again.